മനുഷ്യരാശിയുടെ ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ആർടെമിസ് 2 ദൗത്യം നിർണായകമായ ഒരു ഘട്ടം കൂടി പിന്നിട്ടു. 4 ബഹിരാകാശ സഞ്ചാരികളെ വഹിച്ചുകൊണ്ടുള്ള നാസയുടെ ഓറിയോൺ പേടകം ഭൂമിയുടെ ഭ്രമണപഥം വേർപെട്ട് ചന്ദ്രനിലേക്കുള്ള യാത്ര ഔദ്യോഗികമായി ആരംഭിച്ചു. ദൗത്യത്തിന്റെ ഏറ്റവും സങ്കീർണമായ ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ ബേൺ വിജയകരമായി പൂർത്തിയായതായി നാസ അറിയിച്ചു. 50 വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മനുഷ്യൻ വീണ്ടും ചന്ദ്രന്റെ ചക്രവാളങ്ങൾ ലക്ഷ്യമാക്കി കുതിക്കുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ആവശ്യമായ വേഗത കൈവരിക്കുന്ന പ്രക്രിയയായിരുന്നു ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ. പേടകത്തിലെ എഞ്ചിനുകൾ കൃത്യസമയത്ത് ജ്വലിപ്പിച്ചതോടെ ഓറിയോൺ ഇപ്പോൾ ചന്ദ്രനിലേക്കുള്ള നേർരേഖ പാതയിലാണ്. 4 പ്രഗത്ഭരായ ബഹിരാകാശ സഞ്ചാരികളാണ് ഈ ചരിത്ര ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. നാസയുടെ റീഡ് വൈസ്മാൻ മിഷൻ കമാൻഡറായി ചുമതലയേൽക്കുമ്പോൾ വിക്ടർ ഗ്ലോവർ മിഷൻ പൈലറ്റായും ക്രിസ്റ്റീന കോച്ച് മിഷൻ സ്പെഷ്യലിസ്റ്റായും പ്രവർത്തിക്കുന്നു. കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്നുള്ള ജെറമി ഹാൻസൺ ആണ് സംഘത്തിലെ 4-മൻ. ഈ ദൗത്യത്തിലൂടെ നിരവധി റെക്കോർഡുകളാണ് തിരുത്തി കുറിക്കപ്പെടുന്നത്. ചന്ദ്രന്റെ പരിസരത്തേക്ക് യാത്ര ചെയ്ത ആദ്യ വനിത എന്ന നേട്ടം ക്രിസ്റ്റീന കോച്ച് സ്വന്തമാക്കി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ചിലവഴിച്ച വനിത എന്ന ഖ്യാതി നേരത്തെ തന്നെ ക്രിസ്റ്റീനയുടെ പേരിനൊപ്പമുണ്ട്. അതുപോലെ ഒരു ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളിയാകുന്ന ആദ്യത്തെ അമേരിക്കക്കാരനല്ലാത്ത വ്യക്തിയായി ജെറമി ഹാൻസൺ മാറി. അമേരിക്കയും കാനഡയും തമ്മിലുള്ള ബഹിരാകാശ സഹകരണത്തിന്റെ പുതിയ അധ്യായമാണിത്. അന്താരാഷ്ട്ര പങ്കാളിത്തത്തോടെയുള്ള ആർടെമിസ് പ്രോഗ്രാമിന്റെ വിപുലമായ ലക്ഷ്യങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആർടെമിസ് 2 ഒരു ഫ്ലൈ ബൈ ദൗത്യമാണ്. അതായത് ഈ സംഘം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങില്ല, പകരം ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ച് ഭൂമിയിലേക്ക് മടങ്ങുകയാണ് ലക്ഷ്യം. 1968 അപ്പോളോ 8 ദൗത്യത്തിന് സമാനമായ പാതയിലൂടെയാകും ഓറിയോൺ സഞ്ചരിക്കുക. എങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിലാണ് ഈ യാത്ര. 10 ദിവസം നീണ്ടു നിൽക്കുന്ന അതിസങ്കീർണമായ പരീക്ഷണങ്ങളാണ് ഈ ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാവിയിൽ മനുഷ്യനെ ചന്ദ്രനിൽ സ്ഥിരമായി താമസിപ്പിക്കാനും ചൊവ്വ ദൗത്യങ്ങൾ സംഘടിപ്പിക്കാനുമുള്ള നാസയുടെ പദ്ധതികൾക്ക് ആർടെമിസ് 2 നൽകുന്ന വിവരങ്ങൾ നിർണായകമാകും. ഓറിയോൺ പേടകത്തിലെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമത ഈ യാത്രയിൽ പരിശോധിക്കപ്പെടും. യാന്ത്രികമായ സംവിധാനങ്ങൾ പരാജയപ്പെട്ടാൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് പേടകം സ്വയം നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന മാനുവൽ പൈലറ്റിംഗ് പരീക്ഷണം ഇതിൽ പ്രധാനമാണ്. പുതിയ ലേസർ കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് പേടകത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സാധാരണ റേഡിയോ തരംഗങ്ങളെക്കാൾ വേഗത്തിൽ ഭൂമിയുമായി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. ഉയർന്ന ഗുണനിലവാരമുള്ള വീഡിയോകളും ചിത്രങ്ങളും തത്സമയം ഭൂമിയിലേക്ക് അയക്കാൻ ഇതിലൂടെ സാധിക്കും. യാത്രക്കിടയിൽ ബഹിരാകാശ സഞ്ചാരികൾ വിവിധ വൈദ്യശാസ്ത്ര പഠനങ്ങൾക്കും സ്വയം വിധേയരാകും. അഗാധമായ ബഹിരാകാശത്തെ വികിരണങ്ങൾ മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇതിൽ പ്രധാനം. ഭൂമിയുടെ കാന്തിക വലയത്തിന് പുറത്തുള്ള ദീർഘകാല താമസം ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ഭൂമിയിൽ നിന്ന് ഏകദേശം 3.8 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിലേക്ക് എത്താൻ പേടകത്തിന് ഏതാനും ദിവസങ്ങൾ കൂടി വേണ്ടിവരും. ചന്ദ്രന്റെ മറുപുറത്ത് ഏകദേശം 10,300 കിലോമീറ്റർ ഉയരത്തിലൂടെ ആകും ഓറിയോൺ കടന്നു പോവുക. അവിടെ നിന്നുള്ള ഭൂമിയുടെ കാഴ്ച സഞ്ചാരികൾ പകർത്തും. ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഉപയോഗപ്പെടുത്തി പേടകം തിരികെ ഭൂമിയിലേക്ക് കുതിക്കാനുള്ള വേഗത ആർജിക്കും. ഇന്ധന ലാഭത്തിനായി ഫ്രീ റിട്ടേൺ ട്രാജക്ടറി എന്ന സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് പേടകത്തിന്റെ സുരക്ഷിതമായ മടക്കയാത്ര ഉറപ്പാക്കുന്നു. നാസയുടെ SLS എന്ന വമ്പൻ റോക്കറ്റാണ് ഓറിയോണിനെ ബഹിരാകാശത്ത് എത്തിച്ചത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റുകളിൽ ഒന്നാണിത്. വിക്ഷേപണ സമയത്ത് അനുഭവപ്പെട്ട സമ്മർദ്ദങ്ങളെ പേടകം വിജയകരമായി അതിജീവിച്ചു എന്നത് എഞ്ചിനീയർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ദൗത്യത്തിന്റെ ഓരോ ഘട്ടവും ഭൂമിയിലെ മിഷൻ കൺട്രോൾ സെന്റർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. 10 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ 10 സംഘം ഭൂമിയിൽ തിരിച്ചെത്തും. പസഫിക് സമുദ്രത്തിലാകും പേടകം പാരഷൂട്ടുകളുടെ സഹായത്തോടെ ലാൻഡ് ചെയ്യുക. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കാനുള്ള ആർടെമിസ് 3 ദൗത്യത്തിന് മുന്നോടിയായുള്ള അവസാനത്തെ ഡ്രസ് റിഹേഴ്സൽ കൂടിയാണിത്. ഈ ദൗത്യം വിജയകരമായാൽ അടുത്ത വർഷം തന്നെ മനുഷ്യൻ വീണ്ടും ചന്ദ്രനിൽ കാലുകുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാസയുടെ പര്യവേക്ഷണ ചരിത്രത്തിൽ ഇതൊരു വലിയ വഴിത്തിരിവാണ്. അപ്പോളോ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളെയും കറുത്ത വർഗ്ഗക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹിരാകാശ രംഗത്തെ വിവേചനങ്ങൾ ഇല്ലാതാക്കാനും ആർടെമിസ് ശ്രമിക്കുന്നുണ്ട്. പലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളും മറ്റ് ഭൂരാഷ്ട്രീയ തർക്കങ്ങളും ഭൂമിയിൽ തുടരുമ്പോഴും ശാസ്ത്രം അതിരുകളില്ലാത്ത സഹകരണത്തിന്റെ സന്ദേശമാണ് ഈ ദൗത്യത്തിലൂടെ നൽകുന്നത്. ശാസ്ത്രലോകം മുഴുവൻ ഇപ്പോൾ ഓറിയോൺ പേടകത്തിന്റെ ഓരോ ചലനങ്ങളും ഉറ്റുനോക്കുകയാണ്. ചന്ദ്രനിൽ മനുഷ്യവാസം സാധിക്കുമെന്നതിലൂടെ അവിടുത്തെ ധാതു സമ്പത്ത് ഉപയോഗപ്പെടുത്താനും ബഹിരാകാശ നിലയങ്ങൾ നിർമ്മിക്കാനും ലക്ഷ്യമിടുന്നു. ചന്ദ്രനെ ഒരു ഇടത്താവളമാക്കി മാറ്റി ചൊവ്വയിലേക്കുള്ള ദീർഘദൂര യാത്രകൾ എളുപ്പമാക്കുക എന്നതാണ് അത്യന്തിക ലക്ഷ്യം.
സഞ്ചാരികൾ ഇപ്പോൾ പേടകത്തിനുള്ളിലെ സീറോ ഗ്രാവിറ്റി അവസ്ഥയുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. അവർ അവിടെ നിന്നുള്ള വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളിലും യുവതലമുറയിലും ശാസ്ത്രത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നു. ഏപ്രിൽ 10 ഓറിയൻ പസഫിക് സമുദ്രത്തിൽ തൊടുമ്പോൾ അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാകും. ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന സഞ്ചാരികൾ കൊണ്ടുവരുന്ന വിവരങ്ങൾ വരും ദശകങ്ങളിലെ ബഹിരാകാശ ഗവേഷണങ്ങളുടെ ദിശ നിർണ്ണയിക്കും. മാനവരാശിയുടെ സ്വപ്നങ്ങൾ ചന്ദ്രനപ്പുറത്തേക്ക് വളരുന്ന കാഴ്ചയാണിത്.